ഹായ് ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തനി നാടൻ കറി എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ചേമ്പിൻ തണ്ടും പൂളയും, കപ്പ മരച്ചീനി എന്നൊക്കെ പറയും, നമ്മളിവിടെ പൂള എന്നാണ് പറയുക. അപ്പോൾ അതേ പൂളയൊക്കെ നല്ല തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. തൊലി കളഞ്ഞ് നമുക്ക് വീണ്ടും കഴുകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സൈഡിൽ നിന്ന് നമുക്ക് തൊലി കളഞ്ഞ് മാറ്റിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ തൊലി കളഞ്ഞ് 2 പീസാക്കി നമുക്കിതേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചേമ്പൻ തണ്ട്, നമ്മൾ പാൽ ചേമ്പ്, നല്ല നാടൻ ചേമ്പ് എന്നൊക്കെ പറയും, അതിൻ്റെ തണ്ടാണ്. അപ്പോൾ പൂള നമ്മൾ ഇത്രയും മതി. നമ്മൾ കാണിച്ച പോലെ ഒരുപാടൊന്നും വേണ്ട. ഇനി ചേമ്പൻ തണ്ടാവട്ടെ, നമ്മൾ ആദ്യം ഒന്ന് കഴുകണം. തൊലി കളഞ്ഞ് വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ. ഇതുപോലെ മണ്ണും ചെളിയൊക്കെ പറ്റി കിടക്കുന്നുണ്ടാവും, മഴക്കാലമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തോലൊക്കെ ചീകി കൊടുക്കാം. ഇതുപോലെ പീസാക്കി അതിൻ്റെ കറയാണ് കറുപ്പ് നിറം കാണുന്നത്. ഇതുപോലെ ഒന്ന് ചീകി കൊടുത്ത് ഒരറ്റത്ത് നിന്ന് വലിച്ചതേ തോല് ഈസി ആയിട്ട് ഇളകിപ്പോരും. ഇതേപോലെ തോല് ചീന്തിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം, അതിൻ്റെ കറയാണ് കറുപ്പ് നിറയി നിൽക്കണത്, അതും കൂടെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് എല്ലാതും നമുക്ക് ഇതേപോലെ ചീന്തിയെടുക്കാം. ഇനി തൊലി ചീന്തിയാൽ കിട്ടില്ലെങ്കിൽ കത്തി വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ ചാലിൽ കൂടെ ചേമ്പൻ തണ്ടിൻ്റെ നിറയെ ചാടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ കൈ വെച്ച് നല്ല അമർത്തി കഴുകുക തന്നെ വേണം. രണ്ടും ഇവിടെ തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ കട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ചേമ്പൻ തണ്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം നമ്മൾ പൂള കപ്പയൊക്കെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായി, ഒരുപാട് വലുപ്പമില്ലാതെ കൊത്തി അരിഞ്ഞിടുക. ഇപ്പോൾ കർക്കിടക മാസം കൂടെയല്ലേ, നമുക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ വെച്ച് കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. പത്തിലത്തോരൻ, ഔഷധക്കഞ്ഞി, താളും തകരി എന്നൊക്കെ പറയില്ലേ പണ്ടുള്ള അമ്മമ്മമാർ, അതുപോലെ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമ്മളെപ്പോഴും വെക്കുന്ന കറിയാണ്. ഇതിനൊരു ദോഷം കൂടെ ഉണ്ട്. ചേമ്പിൻ തണ്ട് തണുപ്പായതുകൊണ്ട് എല്ലാവരും പറയും, പണ്ടുള്ളവർ പറയും, കർക്കിടക മാസത്തിൽ കഴിച്ചാൽ തണുപ്പടിച്ചിട്ട് കാല് കടച്ചിൽ കൂടുന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ആ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഈ വാതത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കാവും അത് പറയണം കേട്ടോ. അപ്പോൾ ഈ കറി ഇങ്ങനെ വെച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ പൂളയൊക്കെ നമ്മൾ അപ്പോഴേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേമ്പിൻ തണ്ട് ഇതുപോലെ 2ആയി മുറിച്ച്, ഒരുപാട് കട്ടിയൊന്നും വേണ്ട, തീരെ കനം കുറച്ച് വരികേണ്ട, ഒരു മീഡിയം ലെവലിലേക്ക് ഇതേപോലെ നല്ലപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചേമ്പൻ തണ്ട് തണുപ്പായതുകൊണ്ട് നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടി മുതിര ചേർത്തിട്ട് നമ്മൾ കറി വയ്ക്കലുണ്ട്. അതും പ്രത്യേക ടേസ്റ്റാണ്. ആ കറി നമുക്കൊരു വീഡിയോ കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാത്രത്തിൽ കാണുമ്പോൾ ഒരു പാത്രം ചേമ്പും കപ്പയുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമുക്കിത് റെഡി ആയി കഴിയുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളി, കാന്താരി തന്നെ എടുക്കാൻ ശ്രമിക്കണേ. ഒട്ടും കാന്താരി കിട്ടാനില്ലാത്തവരാണെങ്കിൽ മാത്രം പച്ചമുളക് യൂസ് ചെയ്യുക. അത് കാന്താരിയുടെയും ചെറിയുള്ളിയുടെയും കൂടി മണം വരുമ്പോൾ നമ്മൾ കറിക്ക് കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്, പറയാൻ വയ്യ. അപ്പോൾ ഇടികളിലിട്ട് തന്നെ ഇടിച്ച് ചതച്ചെടുക്കുക. മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കരുതേ, ഒരുപാട് വഴുക്കനായി പോകും. ഇനി നമ്മൾ കഷ്ണം ഇട്ടെടുക്കുമ്പോൾ ഒരുപാടുണ്ടാവും, വെന്ത് കഴിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം വലിയ പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ ഒരു ഉരുളിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ച മുളകും ചെറിയുള്ളിയും പാടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. ഇനി നമുക്ക് പോരെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിനാവശ്യമായ കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇതേപോലെ കുടഞ്ഞെടുക്കുക കൈ വെച്ചിട്ട്. വെള്ളം നമുക്ക് പോരെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഒഴിക്കുക. ചേമ്പിൻ തണ്ടിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ നമുക്ക് കപ്പ വേവാൻ കുറച്ച് വെള്ളം ആവശ്യമാണല്ലോ, അപ്പോൾ അത് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത്
അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വേവൊന്നുമില്ല. നമ്മൾ കപ്പയ്ക്ക് രണ്ടും ഒപ്പിട്ട് കൊടുക്കാവുന്നതാണ്. തള വരുമ്പോൾ തന്നെ കണ്ടോ ഏകദേശം പകുതി മുക്കാൽ വേവായി കിട്ടും. നമുക്ക് വെള്ളം കുറച്ച് കുറവാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കൂടെ വേവാനും ഉണ്ട്. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടി വേവിക്കാം. ഇതേപോലെ അടച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മളെ കറി ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഒരു കുഴമ്പ് രൂപത്തിലൊരു ഗ്രേവി സ്ട്രക്ചറായിട്ടാണ് ഈ കറി ഇരിക്കുക. നമുക്ക് വാങ്ങി വെച്ചതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കറി ഇവിടെ റെഡിയാക്കിയെടുക്കാം. കണ്ടോ ഒരു നല്ലൊരു ഗ്രേവി പരിവായിട്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. നമ്മളിവിടെ ചോറ് മാത്രമല്ല വെറുതെ ഈ കറി ഇങ്ങനെ ഇവിടെ മക്കൾക്കൊക്കെ കോരി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ കറികൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.